ഒരെതിർ ശബ്ദത്തെയും ഭയക്കുകയില്ല, പിൻവാങ്ങുകയില്ല. താൻ ഈ പറഞ്ഞ നിലപാടുകൾ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് VS ഉറക്കെ പറഞ്ഞ ആ വീഥികളുണ്ട്. ആ വീഥികൾ അദ്ദേഹത്തിന് വിട ചൊല്ലുകയാണ്. തലസ്ഥാന ജില്ല വിട്ട്, തലസ്ഥാന നഗരി വിട്ട് VS പുന്നപ്രയിലേക്ക് മടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ EMSനൊപ്പം ചെറിയ പ്രായത്തിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കടന്നു വന്നതാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക്. പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൻ്റെ പടി അദ്ദേഹം ചവിട്ടുമ്പോൾ പോലും ആ തിരുവനന്തപുരം അദ്ദേഹത്തിന് രണ്ടാം വീടായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് VS എന്ന ഉത്തമ കമ്മ്യൂണിസ്റ്റിനെ കേരളം ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ വളരെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ, ആവേശത്തിലാഴ്ത്തിയ ആ വേദികൾ പലതും തലസ്ഥാന നഗരിയിൽ നടന്ന പ്രസംഗങ്ങളും സമ്മേളനങ്ങളും ഒക്കെ തന്നെയായിരുന്നു. ആ തലസ്ഥാന ജില്ല വിട്ട് VS അച്യുതാനന്ദൻ മടങ്ങുകയാണ് പുന്നപ്രയിലേക്ക്. പാർട്ടിക്കകത്തെ വലിയ സ്വാധീന ശക്തിയായി VS ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. എത്രയോ വർഷമായി, ഇപ്പോൾ 14 വർഷത്തിനപ്പുറത്തേക്ക് VS സജീവ രാഷ്ട്രീയത്തിലില്ല. ചില സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ മാറ്റി നിർത്തിയാൽ അതുപോലും ഉണ്ടാവാത്ത എത്രയോ നീണ്ട കാലഘട്ടമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലാകുന്നത്. അപ്പോഴും ഒരു സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഇത്രയേറെ അകന്ന് നിന്ന ഒരാൾക്ക് ഇങ്ങനെ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിട ചൊല്ലുന്നു എന്നുള്ളൊരു കാഴ്ച വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് നേതാക്കന്മാർ മാറുമ്പോൾ പരിപൂർണമായിട്ട് മറവിയിലേക്ക് കടന്നു പോകുന്ന ആ ഒരു രീതിയിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായി ജനങ്ങളുടെ ഉള്ളിൽ VS ജീവിച്ചിരുന്നെങ്കിൽ ഈ ഒക്ടോബർ 102 വയസ്സാകുന്ന രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം നയിച്ച സമര പരമ്പരകൾ, അദ്ദേഹം തുടക്കമിട്ട പോരാട്ടങ്ങൾ, ഇത് കണ്ട തലമുറ ഇന്ന് ഇല്ല ഈ കേരളത്തിൽ. അതിനുശേഷമുള്ള തലമുറകളാണ് അദ്ദേഹത്തെ കൂടുതൽ നെഞ്ചിലേറ്റിയത്. എന്നിട്ട് പോലും ഇത്രയേറെ ഒരു വിടവുണ്ടായിട്ട് പോലും, സജീവ രാഷ്ട്രീയത്തിൽ വിടവുണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് വിട ചൊല്ലാനായി ഈ ജനക്കൂട്ടം തിങ്ങി നിറയുമ്പോൾ ഇങ്ങനെയേറെ ജനപ്രിയനായിട്ടുള്ളൊരു നേതാവ് വേറെ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാവുകയാണ്. കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തിരികെ വരികയുണ്ടായില്ല. അങ്ങനെ ഇടവേളയിലേക്ക് പോകുന്നവർ, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചുകൊണ്ട് മടങ്ങുന്നവരുടെ വിടവാങ്ങൽ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള അണികൾ പോലും ഈ രീതിയിൽ വൈകാരികമായിട്ട് പെരുമാറുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. പക്ഷേ VS സജീവമായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അണികൾ അതിനൊപ്പം ഒഴുകുന്നു. പുന്നപ്രയിലേക്ക് എപ്പോഴാണ് എത്തുക എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ ഒഴുകുകയാണ് അദ്ദേഹത്തിനൊപ്പം ജനങ്ങൾ. ആ ജനപ്രിയൻ മറ്റൊരു ജനപ്രിയനില്ല ഇതിനെ മറികടക്കുന്നത് എന്നുള്ളതിന് തെളിവ് തന്നെ ഈ ജനങ്ങളാണ്. ഈ തലസ്ഥാന നഗരി തൊട്ടേയുള്ള ഈ ജനങ്ങളാണ്, അല്ലേ കിരൺ? അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ഒരു മുതിർന്ന പൗരനെ കൂടി കാണാം. ഇപ്പോൾ ഈ പ്രായത്തിന്റെ ഇതെല്ലാം മറന്ന് VSനെ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ VSനെ ഓർത്ത് നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഉയർന്ന ഒരു നേതാവ്. പിന്നെ കുഞ്ഞുനാളിലെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട് ഈ ഉയർന്ന നിലയിലെത്തി. അത്രയും നല്ല. ഇപ്പം എൻ്റെ കുടുംബവും എൻ്റെ അച്ഛനും ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു കേട്ടോ. ചിറയൻകീഴ് താലൂക്കിൽ ഏറ്റവും എന്നും അറിയപ്പെട്ട, ഇപ്പോഴച്ഛൻ ഇല്ലെങ്കിലും ഇപ്പോഴും ഇന്നാര തിരുമേനിയുടെ മകളല്ലേ എന്നാൽ ഞങ്ങളെല്ലാം അറിയപ്പെടുന്ന ചിറയൻകീഴ് താലൂക്കിൽ എല്ലാവർക്കും അറിയപ്പെട്ടതായിരുന്നു എൻ്റെ അച്ഛൻ. പണ്ട് മുതലേ അച്ഛൻ കമ്മ്യൂണിസ്റ്റിൽ നല്ല പ്രധാനം വീട്ടിലായിരുന്നു, അതിൻ്റെ കമ്മിറ്റി കൂടക്കും എല്ലാം. അപ്പം അത് വച്ച് നോക്കുമ്പം VSൻ്റെത് ഒന്നും നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ്. എനിക്കത് ഓർക്കുമ്പം അത്രയും നല്ല ഒരു ആളാണ് VS. ഇത്രയും ഉയർന്ന നിലയിലെത്തിയിട്ടും അദ്ദേഹത്തിന് അമ്മയ്ക്കും അച്ഛനും കാണാനും പറ്റിയിട്ടില്ല. അതെല്ലാം എനിക്കത് വലിയ മാനസികമായിട്ടൊരു വിഷമമുണ്ട് കേട്ടോ.